എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഏത്തപ്പഴവും ബ്രെഡും വെച്ച് അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അധികം വലിപ്പമില്ലാത്ത 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴം എടുക്കണം കേട്ടോ. നല്ല വലിപ്പമുള്ള ഏത്തപ്പഴമാണ് 2 ഏത്തപ്പഴം എടുത്താൽ മതി. ഏത്തപ്പഴത്തെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ച് നല്ലതായിട്ട് ഏത്തപ്പഴത്തെ അങ്ങ് ഉടച്ചു കൊടുക്കാം. ഫോർക്കിൽ നിങ്ങൾ കൈവച്ച് നല്ലതായിട്ട് അങ്ങ് ഉടച്ച് കൊടുത്താൽ മതി. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് വെച്ച് നല്ലതായിട്ട് ഉടച്ചെടുക്കുന്നത്. ഉടച്ചെടുത്ത ഏത്തക്കയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സ്നാക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലോർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചുകൊണ്ടാണ് 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഏലക്ക തന്നെ പൊടിക്കുകയാണെങ്കിൽ നിങ്ങളൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കലക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഏത്തയ്ക്കപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ എത്രമാത്രം ലൂസിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് കലക്കിയെടുക്കാം. നിങ്ങൾ കൈ കൊണ്ട് തന്നെ ഇതിനെ അങ്ങ് കലക്കിയെടുക്കുക. കാരണം ഇതിൻ്റെ അകത്ത് ഏത്തക്കയുടെ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഉടച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇതിനെ കലക്കിയെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇതിനെ കലക്കിയെടുക്കാൻ. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ മുറിഞ്ഞ് ഇങ്ങനെ വീഴണം. അല്ലാതെ വെള്ളം കൂടിയിട്ട് ലൂസായിട്ട് വീഴരുത് കേട്ടോ. അപ്പോൾ ഇതിൽ മധുരം കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ചില ഏത്തക്കയ്ക്ക് നല്ല മധുരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മാവ് ഇവിടെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡ് എന്ന് പറഞ്ഞാൽ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ഒത്തിരി വലിയ ബ്രെഡല്ല കേട്ടോ, ചെറിയ ബ്രെഡാണ്. ബ്രെഡിനെ ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡ് ഒത്തിരി വലിയ ബ്രെഡാണ്. അപ്പോൾ ഒന്നും കൂടെ ഈ രീതിയിൽ കട്ട് ചെയ്യുക. അപ്പം 2 പീസും കൂടെ പിന്നെ എക്സ്ട്രാ കിട്ടും കേട്ടോ. അപ്പോൾ ചെറിയ ബ്രെഡായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, ഈ മാവിലോട്ട് ഒരു ബ്രെഡ് പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ മാവിൽ മുക്കിയെടുക്കുക. ബ്രെഡിൽ നല്ല രീതിയിൽ തന്നെ മാവ് മുങ്ങിയിരിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്. മാവ് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി ലൂസായി പോയി കഴിഞ്ഞാൽ മാവ് ബ്രെഡിൽ മുങ്ങി ഇരിക്കത്തില്ല കേട്ടോ, ഇങ്ങനെ കവർ ചെയ്തിരിക്കത്തില്ല. അപ്പോൾ മാവ് കലക്കിയെടുക്കുമ്പോൾ അത് നോക്കി കലക്കിയെടുക്കുക. എല്ലാ ബ്രെഡും ഇതിൽ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, തീ ഫുൾ കൂട്ടിയിട്ട് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. തീ കുറച്ച് വെക്കുവാണെങ്കിൽ ബ്രെഡ് നല്ലതായിട്ട് എണ്ണ കുടിക്കും. അത് അഴുക്കാണല്ലോ. അപ്പോൾ അത് കൂട്ടിയിട്ട് തന്നെ ഇതിനെ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൽ വേകാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഏത്തയ്ക്കപ്പത്തിൻ്റെ ആ ഒരു കളറാകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാവുന്നതാണ്. എല്ലാ ബ്രെഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് എല്ലാം കൂടെ ഒരു 18 പീസ് ബ്രെഡാണ് ഫ്രൈ ചെയ്തെടുക്കാൻ കിട്ടിയത് കേട്ടോ. അതിനുള്ള മാവുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു 16 തൊട്ട് 20 പീസ് ബ്രെഡ് വരെ ഈ മാവിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. 18 പീസ് ബ്രെഡ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന എണ്ണയാണിത്. കണ്ടോ, എണ്ണ അധികം കുടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ച് കൊടുത്ത എണ്ണ അതുപോലെ തന്നെ അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ കുടിക്കുക എന്നുള്ളൊരു പേടി വേണ്ട. ഇവിടെ ബ്രെഡെല്ലാം ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല മുകൾ ഭാഗമൊക്കെ കുറച്ച് ക്രിസ്പി ആയിട്ട്, ഏത്തയ്ക്കപ്പമൊക്കെ നമ്മൾ മുകൾ ഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കിയ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കും. സത്യം പറഞ്ഞാൽ ഏത്തയ്ക്കപ്പത്തിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നു എന്ന് വേണേൽ പറയാം. ഞാൻ നിങ്ങളെ മുറിച്ച് ഇത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.